ദൃശ്യം 3 ജീത്തു ജോസഫ് ആൻഡ് ടീം പ്രീ റിലീസ് ഇൻ്റർവ്യൂസിൽ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ പക്ക ഫാമിലി ഡ്രാമ. ദൃശ്യം 1 ഓർ ദൃശ്യം 2 പോലെ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു മൂവി അല്ല ദൃശ്യം 3. ഹാവിങ് സെഡ് ദാറ്റ്, ആസ് യൂഷ്വൽ ജിത്തു ജോസഫ് മൂവീസ് പോലെ, എസ്പെഷ്യലി ദൃശ്യം ഫ്രാഞ്ചൈസ് പോലെ, ഫസ്റ്റ് ഹാഫിൽ ചെറിയ ചെറിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് തൊട്ട് നമ്മളിങ്ങനെ ഇരുത്തി ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോൾ വിൽ ഡെഫിനറ്റ്ലി സേ ദിസ് ഈസ് ദൃശ്യം വാട്ട് വി വുഡ് ലൈക്ക് ടു സീ. ദൃശ്യം ഫസ്റ്റ് പാർട്ടിൽ ജീപ്പ് ആണെങ്കിൽ ദൃശ്യം 2 ആകുമ്പോഴേക്കും അതൊരു ഫോർഡ് എക്കോസ്പോർട്ടായി. ദൃശ്യം 3യിൽ MG ഹെക്ടർ. ആൻഡ് ദാറ്റ്സ് കൈൻഡ് ഓഫ് എ ഡയറക്ടർ ബ്രില്യൻസ്, നോട്ട് ഷുവർ. അഭിനയിച്ച എല്ലാവരും നന്നാക്കിയപ്പോൾ വേണ്ട എന്ന് തോന്നിയത് ചില അനാവശ്യ പരസ്യങ്ങളാണ്. കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലുണ്ടെന്ന് അറിയിക്കാൻ ദൃശ്യം 3യിൽ അത് കുത്തിക്കയറ്റി ആയിരുന്നില്ല വേണ്ടത്. ഡ്രൈവിംഗ് ലൈസൻസിൽ പറഞ്ഞതുപോലെ കാശ് കൊടുത്ത് വേറെ ആഡ് എടുക്കണമായിരുന്നു. ദൃശ്യം 3 ഒരു ഇമോഷണൽ ഡ്രാമയാണെങ്കിലും എന്താണോ നമ്മൾ ദൃശ്യം ഫ്രാഞ്ചൈസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ജിത്തു ജോസഫ് എന്ന ഡയറക്ടറിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതെല്ലാം ദൃശ്യം 3 കണ്ടിറങ്ങുമ്പോൾ നമുക്ക് കിട്ടും. ദൃശ്യം 3 അനൗൺസ് ചെയ്ത സമയത്ത് ഓരോ മലയാളിയും ചിന്തിച്ചു കൂട്ടിയ ഒരു കഥയുണ്ട്. ആ കഥയാണ് ദൃശ്യം 3യുടെ സോൾ. കാണുന്ന ഓരോ പ്രേക്ഷകരെയും കൊണ്ട് കഥകൾ മെനഞ്ഞ്, കഥകൾ ആലോചിച്ച് സിനിമ ചെയ്യുന്ന ദൃശ്യം മാജിക്. ധൈര്യമായി പോകാം ദൃശ്യം 3 കാണാൻ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അതിലുണ്ട്. ഒരു റിവ്യൂസും കാണാതെ ഒന്നും കേൾക്കാതെയാണ് ഞാൻ ദൃശ്യം 3 പോയി കണ്ടത്. അതുകൊണ്ട് തന്നെ ആ സിനിമ മുഴുവനായി അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞു. റിവ്യൂസ് അല്ല ഒരു സിനിമയുടെ വിജയ പരാജയങ്ങളെ നിശ്ചയിക്കുന്നത്, നിങ്ങളുടെ വിഷനറിയാണ്. ആൻഡ് ലെറ്റ് ദാറ്റ് ബി യുവർ ഓൺ